ആലോസെർബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റസ് പിക്ടസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇൻസുലിൻ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഇതിനെ സ്പൈറൽ ഫ്ലാഗ് എന്നും സ്റ്റെപ്പ് ലാഡർ എന്നും ഫിയറി കോസ്റ്റസ് എന്നും അന്ന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഈ ഒരു സസ്യം ഇന്ത്യയിൽ സബ് ഹിമാലയൻ റേഞ്ചിലും വെസ്റ്റേൺ ഗാട്ട്സിലും അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലയിൽ ഡയബറ്റീസിനെ പ്രതിരോധിക്കാനുള്ള പല മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഈ ഇൻസുലിൻ പ്ലാന്റിൻ്റെ ഭൂകാണ്ഡം പലതരത്തിലുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് വയറിളക്കം, തലവേദന, ഛർദി എന്നിവയ്ക്കുള്ള മരുന്നായിട്ടാണ്. അതുപോലെ ജാപ്പനീസ് മെഡിസിനിൽ ഇത് ഉപയോഗിക്കുന്നത് സിഫിലിസ് അസുഖത്തിനുള്ള മരുന്നായിട്ടാണ്. ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നത് ന്യൂമോണിയ അകറ്റാനും അതുപോലെ തന്നെ വാദം കൺട്രോൾ ചെയ്യാനൊക്കെയുള്ളൊരു മരുന്നായിട്ടാണ്. ഈ ഇൻസുലിൻ പ്ലാന്റിൻ്റെ ഇല കൃത്യമായ അളവിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ക്രമാതീതമായി താഴേക്ക് പോവുകയും മറ്റനവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഇല ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.